മനുഷ്യരിന്ന് അനുഭവിക്കുന്ന ഒരുവിധം പ്രശ്നങ്ങളുടെ എല്ലാം കാരണം എന്താണെന്ന് അറിയുമോ? മനുഷ്യൻ പ്രകൃതിയോടൊപ്പം എങ്ങനെയാണ് ഇഴുകിച്ചേർന്ന് ജീവിക്കേണ്ടത് എന്നുള്ളത് മറന്നുപോയിരിക്കുന്നു. നമ്മൾ ഈ പ്രകൃതിയോട് അത്രയും ഇഴുകിച്ചേർന്ന് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിങ്ക് ഉണ്ടായി കഴിഞ്ഞാൽ രാവിലെ ഒരു 3 മണി 4 മണി സമയമാകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഉണരാൻ കഴിയും. ഈ ഒരു സമയത്ത് നമ്മൾ എണീക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിൽ പല ആശ്ചര്യകരമായ മാറ്റങ്ങളും നടക്കും. അതുകൊണ്ടാണ് ഈ ഒരു സമയത്തെ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും എല്ലാം ഏതോ ഒരു രീതിയിൽ കണക്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ നമ്മളും എത്രയധികം ഈ പ്രകൃതിയോട് സിങ്കായിരിക്കുന്നുവോ അത്രയധികം നമ്മുടെ ആരോഗ്യം, മാനസികാവസ്ഥ എല്ലാം തന്നെ മെച്ചപ്പെടുന്നതായിരിക്കും. ജീവിയുടെ വർഗത്തിൽപ്പെടുന്ന ഒരു ജീവിയുണ്ട്, പീരിയോഡിക്കൽ സിക്കാഡിയ എന്നാണ് ഈ ജീവി അറിയപ്പെടുന്നത്. ഈ ജീവി 17 വർഷം സുഷുപ്തിയിലായിരിക്കും, ഉറക്കത്തിലായിരിക്കും. എന്നാൽ ഇത്രയും കാലം സുഷുപ്തി കഴിഞ്ഞ് അത് ഉണരും. കൃത്യമായിട്ട് അതിൻ്റെ ഒരു സമയമുണ്ട്. ആ സമയത്ത് അത് ഉണരും. അതിന് ഉണരാൻ നമ്മളെ പോലെ അലാറം ഒന്നും ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ അതിനെ ഉറക്കുന്നതും ഉണർത്തുന്നതും എല്ലാം പ്രകൃതിയാണ്. പ്രകൃതിയോട് ഇഴുകിയിട്ടാണ് അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നത്. അവരുടെ ആ ഉറക്കത്തിൻ്റെ സമയപരിധിയുണ്ട്. അത് കഴിയുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് ഉറക്കം ഉണരും. എന്നാൽ നമ്മളാകട്ടെ, നമ്മൾ ചെയ്തൊരു പ്രശ്നം, നമ്മൾ പ്രകൃതിയുമായിട്ട് വളരെയധികം അകന്നുപോയി. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് കാരണത്താൽ നമ്മുടെ ജീവിതം ആകെ കൃത്രിമമായൊരു രീതിയിലായിപ്പോയി. അത് കാരണം നമുക്ക് രാവിലെ 4 മണിക്കൊന്നും എണീക്കാൻ പറ്റുന്നില്ല. എത്ര തന്നെ പരിശ്രമിച്ചാലും നമ്മൾ ഉണരുന്നത് 6 മണിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അല്ലേ? ശരിക്കും നമ്മൾക്ക് പ്രകൃതിയായിട്ടൊരു സിങ്ക് ഉണ്ടെങ്കിൽ രാവിലെ 3 മണി 4 മണിയൊക്കെ ആവുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരു സ്പാർക്ക് ഉണ്ടാവും, തന്നെ ഉണരുവാൻ വേണ്ടിയിട്ട്. ആ ഒരു സ്പാർക്ക് നമ്മളെ ഉണർത്തും. ശരിയായൊരു സമയത്ത് നമ്മൾ ഉറങ്ങാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെയാണ് നമ്മുടെ ശരീരത്തിന് രാവിലെ കൃത്യമായിട്ട് എണീക്കുവാനുള്ള ഒരു ട്രിഗർ ഉണ്ടാവുകയുള്ളൂ. ഈ ശരിയായ സമയം എന്ന് പറയുന്നത് രാത്രി 10 മണിയാണ്. ഈ ഒരു ഗുണം നിങ്ങളുടെ വീട്ടിലെ പ്രായമായവരിൽ കാണാൻ പറ്റും. അവർ അന്നും ഇന്നും രാവിലെ നേരത്തെ എണീക്കുന്നവരായിരുന്നു. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ അലാറത്തിനെ വിശ്വസിച്ചിട്ടൊന്നല്ല കിടന്നുറങ്ങുന്നത്. അവരുടെ മനസ്സ് തന്നെ അവരെ അതിരാവിലെ ഉണർത്തും. അവർ രാത്രി ഉറങ്ങുന്നതിലും വളരെ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവും. മാത്രമല്ല, അവർ രാവിലെ ഉണരുന്ന കാര്യത്തിലും അത്രയും കൃത്യമായിരിക്കും. നമ്മെ ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീപ്പിക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. എന്തുകൊണ്ടെന്നാൽ ആ ഒരു ടൈമിലാണ് നമ്മുടെ ഉപബോധ മനസ്സ്, അതായത് നമ്മുടെ ആ ഉറക്കവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ, നമ്മൾ കിടക്കുന്ന ആ പ്രദേശവുമായിട്ട് ഇണങ്ങിച്ചേരുന്ന ഒരു സമയം. അതുകൊണ്ടാണ് ആ സമയത്ത് നമുക്കൊരു സ്പാർക്ക് ഏർപ്പെടുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ ഉണർന്ന് എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റ് വളരെയധികം കൂടുതലായിരിക്കും. ഇനി നമ്മളൊരു രാവിലെ 3 മണി 4 മണി സമയത്തൊക്കെ ഉണരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. നമ്പർ 1, പ്ലാൻ ഫോർ എ ബിസി ഡേ. സർക്കാഡിയൻ റിതം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഇത് നമ്മുടെ ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു നിയമപ്രകാരം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ശരീരം രാവിലെ ഉണർന്ന് ഉച്ചയ്ക്ക് 12 മണി വരെ നല്ല ആക്റ്റീവായിട്ടിരിക്കും. അത് കാരണം നമ്മൾക്ക് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ, അതായത് ഉച്ചയ്ക്ക് 12 മണിക്കുള്ളിൽ ചെയ്ത് തീർക്കുന്ന പോലെ വേണം നമ്മൾ ഷെഡ്യൂൾ ചെയ്യാൻ. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങളെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം മാറ്റിവെക്കണം. അതുപോലെ തന്നെ നമ്മൾക്ക് എത്ര കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിലും, നമ്മൾക്ക് എത്ര ആക്റ്റീവായിട്ടുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടെങ്കിലും, നമ്മുടെ ശരീരം വൈകുന്നേരം 6 മണി കഴിയുമ്പോൾ ഉറക്കത്തിലേക്ക് നീങ്ങുകയാണ്. ഇത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും വൈകുന്നേരം ആകുമ്പോൾ ഉറങ്ങി തുടങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് രാവിലെ 6 മണിക്കുള്ള ആ ഒരു ചുറുചുറുക്ക് നമുക്ക് വൈകുന്നേരം 6 മണിക്ക് ഉണ്ടാവുകയില്ല. രാവിലെ വൈകി എണീക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുമോ? രാവിലെ വളരെ സ്ലോ ആയിട്ടുള്ള ഒരു ഉണരലാണ് നമുക്ക് ആവശ്യം. കുറച്ച് സമയം എടുത്തുകൊണ്ട് സൂര്യനൊക്കെ ഉദിക്കുന്ന പോലെ ഗ്രാജ്വലിയുള്ള ഒരു ഉണരലാണ് ആവശ്യം. എന്നാൽ നമ്മൾ നേരെ വൈകി എണീക്കുമ്പോൾ പെട്ടെന്ന് എണീക്കുകയും എണീച്ച ഉടനെ തന്നെ ഹറി ബറിയായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവുകയും നമ്മൾ ആകെ മനസ്സുകൊണ്ട് ഡിസ്റ്റർബ് ആവുകയും ചെയ്യുന്നു. ഇത് വൈകുന്നേരം വരെയും നമ്മുടെ ഒരു ഡിസ്ട്രാക്ഷനും ഡിസ്റ്റർബൻസുമായിട്ട് നിലനിൽക്കും. കാരണം ഡേ സ്റ്റാർട്ട് ചെയ്ത് തന്നെ അങ്ങനെയായിരുന്നല്ലോ. ഇത് നമ്മുടെ ആരോഗ്യത്തെയും പ്രൊഡക്ടിവിറ്റിയെയും തിങ്കിങ് പ്രോസസ്സിനെയും ഒക്കെ നെഗറ്റീവായിട്ട് ബാധിക്കും. ഇതിനൊക്കെയുള്ളൊരു പരിഹാരം രാവിലെ ഒരു 4 മണിക്കെങ്കിലും എണീക്കുക എന്നുള്ളതാണ്. നമുക്കൊരു 14 മണിക്കൂറെങ്കിലും ഊർജ്ജസ്വലമായി വർക്ക് ചെയ്യാൻ പറ്റും. മാത്രമല്ല, നമ്മൾ ആ പകൽ സമയം മുഴുവൻ അത്രയും ആക്റ്റീവായി ഇരുന്നത് കാരണത്താൽ രാത്രി ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി നമ്മൾ ക്ഷീണിക്കുകയും ഉറങ്ങാൻ തോന്നുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ സ്ലീപ്പ് സൈക്കിളും നോർമലാകും. ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരവും മനസ്സും ആരോഗ്യത്തോടു കൂടി ഇരിക്കുമെന്നുള്ളതാണ് ഗുണം. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു പ്രത്യേക മൈൻഡ് സെറ്റ് കാരണമാണ്. കാരണം എല്ലാവരും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നില്ലല്ലോ. ഓരോ മനുഷ്യർക്കും ഓരോ തരം മൈൻഡ് സെറ്റ് ഉണ്ട്. ആ മൈൻഡ് സെറ്റ് അനുസരിച്ചിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്, അവരെന്ത് ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കുന്നത്. ഇത്തരത്തിലുള്ള മനുഷ്യന്റെ മൈൻഡ് സെറ്റുകളെ കുറിച്ച് പതിറ്റാണ്ടുകളുടെ ഗവേഷണത്തിന് ശേഷം ലോകപ്രശസ്ത സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജിസ്റ്റ് കാരൽ എസ് ഡ്വെക്ക് വളരെ ലളിതമായ എന്നാൽ ഒരു തകർപ്പൻ ആശയം കണ്ടെത്തി. മനസ്സിന്റെ ശക്തിയെ കുറിച്ചിട്ടാണ് ഈ കണ്ടെത്തൽ. ഈ കണ്ടെത്തലിനെ പൂർണ്ണമായിട്ടും ഒരു പുസ്തകത്തിൽ ഒതുക്കിയിട്ടുണ്ട്. അതാണ് മൈൻഡ് സെറ്റ് എന്ന പുസ്തകം. ഈ പുസ്തകം ഞാൻ ഈയിടെ കുക്കു FM-ൽ നിന്ന് കേൾക്കാനിടയായി, ഓഡിയോ ബുക്ക്. ഈ പുസ്തകത്തിന്റെ പവർ നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെ മാറ്റും എന്നുള്ളത് ഉറപ്പാണ്. ഈ പുസ്തകം പോലെ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ കുക്കു FM-ലുണ്ട്.
അതും ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലുമുണ്ട്. കുക്കു FM എന്നത് ഇന്ത്യയിലെ ഒരു ലീഡിംഗ് ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോമാണ്. നമ്മൾക്ക് മോട്ടിവേഷനും ഇൻസ്പിറേഷനും നോളജും എല്ലാം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഇത്രയും വിശാലമായ ഒരു ഓഡിയോ ബുക്ക് ലൈബ്രറി നിങ്ങളൊരു ഡിന്നർ കഴിക്കുന്ന ചെലവിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതായത് കുക്കു FMന്റെ ഒരു വർഷത്തെ മെമ്പർഷിപ്പ് 399 റുപ്പീസാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഈ TGM50 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് കുക്കു FMന്റെ മെമ്പർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് 199 റുപ്പീസിന് ഈ കുക്കു FMന്റെ മെമ്പർഷിപ്പ് എടുക്കുവാൻ കഴിയും. അതിലൂടെ നിങ്ങൾക്ക് ഓരോ ദിവസവും പുതിയ പുതിയ അറിവുകൾ ഗെയിൻ ചെയ്യുവാനും നിങ്ങളുടെ നിലവാരം തന്നെ ഉയർത്തിയെടുക്കുവാനും സാധിക്കും. ഒരു കാര്യം ഓർക്കുക, അറിവാണ് ഒരു മനുഷ്യനെ സാധാരണക്കാരനിൽ നിന്നും അസാധാരണക്കാരനാക്കുന്നത്. സോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലും കുക്കു FMന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കുക്കു FM വിസിറ്റ് ചെയ്യൂ, മെമ്പർഷിപ്പ് എടുക്കൂ. കം ബാക്ക് ടു ദ വീഡിയോ. നെക്സ്റ്റ് നമ്പർ 2, യു ഗെറ്റ് ടൈം ടു എക്സർസൈസ്. രാവിലെ 8 മണിക്കാണോ ഓഫീസിൽ എത്തേണ്ടത്, പക്ഷെ ഉണരുന്നത് 7 മണിക്ക് 7:30 മണിക്കൊക്കെ. എന്നിട്ട് പെട്ടെന്ന് തന്നെ തിടുക്കത്തിൽ പലതും ചെയ്ത് കൂട്ടിയിട്ട് ഓഫീസിലേക്ക് ഓടിപ്പോകുന്ന ആളുകളുണ്ട്. രാവിലെ തന്നെ ഇങ്ങനെ ആയത് കാരണത്താൽ, സ്റ്റാർട്ടിങ് ഇങ്ങനെ ആയത് കാരണത്താൽ പെട്ടെന്ന് തന്നെ ആ വ്യക്തി ടയേർഡാവും. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും ടയേർഡാവും. എന്തുകൊണ്ടെന്നാൽ ഒന്നിനും സമയമില്ല. ബ്രേക്ക്ഫാസ്റ്റ് ശരിക്കും കഴിച്ചിട്ടുണ്ടാവില്ല, രാവിലെ ശരിക്കൊന്നും ഫ്രഷ് ആയിട്ടുണ്ടാവില്ല, എല്ലാത്തിലും ഒരു തിടുക്കമായിരിക്കും. ഇങ്ങനെ ആകെ ടയേർഡായ അവസ്ഥ. ഇതിനൊക്കെ കാരണം ബിസി ആയതുകൊണ്ടല്ല, ഓവർലോഡ് ആയതുകൊണ്ടല്ല, കൃത്യമായ ഒരു ഉറങ്ങലും ഉണരലും ഇല്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം മുഴുവൻ സംഭവിക്കുന്നത്. നമ്മളുടെ ഡേ ഒരു ദിവസം രാവിലെ 4 മണിക്കൊക്കെ ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ, എക്സർസൈസ് ചെയ്യാൻ, മെഡിറ്റേഷൻ ചെയ്യാൻ എല്ലാത്തിനും സമയം കിട്ടും. മാത്രമല്ല രാവിലെ നമ്മുടെ ശരീരം കൂടുതൽ ആക്റ്റീവ് ആകാൻ ഇഷ്ടപ്പെടുന്ന ഒരു ശരീരമായിരിക്കും. അതുകൊണ്ട് വൈകുന്നേരമൊക്കെ നമ്മൾ ശാരീരിക വ്യായാമം ചെയ്യുന്നതിന് പകരം രാവിലെ തന്നെ ശാരീരിക വ്യായാമം ചെയ്യുന്നതാണ് നല്ലത്. എന്നാൽ ഓഫീസിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് വ്യായാമം ചെയ്യാൻ സമയം എവിടെ അല്ലേ? അതിനുവേണ്ടിയാണ് നമ്മൾ അതിരാവിലെ ഉണരണമെന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്പർ 3, പ്ലാൻ ദ ഡേ ബെറ്റർ. ഒരു ദിവസം നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടെങ്കിൽ അതിലെല്ലാ കാര്യങ്ങളും പകുതി ചെയ്ത് തീർത്ത് അങ്ങനെ ഒരു ഓർഡർ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുറമേ നമ്മളുടെ ജോലികൾ കൂടിക്കുഴഞ്ഞ് കിടക്കുന്ന പോലെ നമ്മുടെ ബ്രെയിനിനകത്തും ഒരു കൂടിക്കുഴഞ്ഞ അവസ്ഥ ഉണ്ടാവും, ഒരു ബ്രെയിൻ ഫോഗ് ഉണ്ടാവും. ഇതിൽ നിന്നൊക്കെ മുക്താകാനുള്ള ഏറ്റവും നല്ല വഴിയാണ് രാവിലെ നേരത്തെ എണീക്കുക. എന്നിട്ട് പ്രയോറിറ്റി വൈസ് നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ടൈം വെച്ച് ഷെഡ്യൂൾ ചെയ്തിട്ട് നമ്മൾ ഓരോരോ വർക്കായിട്ട് ചെയ്ത് തീർക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾക്ക് വളരെ ഇമോഷണൽ ഓർ ഇൻ്റലക്ച്വൽ എൻഗേജ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതായത് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങൾ. അതിനെ നമ്മൾ രാവിലെ 12 മണിക്കുള്ളിൽ, ഉച്ചയ്ക്ക് 12 മണിക്കുള്ളിൽ തീർക്കേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ ബ്രെയിനിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അത്രയധികം വേണ്ട കാര്യങ്ങൾ ആ സമയത്താണ് ചെയ്ത് തീർക്കേണ്ടത്. അപ്പോഴാണ് നമ്മുടെ ബ്രെയിൻ നല്ല ആക്റ്റീവ് ആയിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ടെൻഷനും ഉണ്ടാവില്ല, അതിൽ നിന്ന് രക്ഷപ്പെടും. നെക്സ്റ്റ് നമ്പർ 4, ഹെൽപ്സ് യു സ്ലീപ്പ് വെൽ. ഈ കാലത്ത് 10ൽ 4 പേർക്കെങ്കിലും ഉറക്ക പ്രശ്നങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതായത് 40% ആളുകൾക്ക് ഉറക്കം വരുന്നില്ല. എത്രയൊക്കെ നേരത്തെ കിടന്നാലും അർദ്ധരാത്രിയൊക്കെ കഴിഞ്ഞ് ഒരു 3 മണിയൊക്കെ ആവുമ്പോഴാണ്, ശരിക്കും ഉണരേണ്ട സമയം ആവുമ്പോഴാണ് ഉറക്കം വരുന്നത്. ഇവരുടെ ഈ സ്ലീപ്പ് റൊട്ടീൻ തന്നെ ആകെ തകരാറിലാണ്. വളരെ ലേറ്റ് ആയിട്ടേ ഉറങ്ങാൻ പറ്റുന്നുള്ളൂ, വളരെ ലേറ്റ് ആയിട്ടേ എണീക്കുകയുള്ളൂ. അതിനാൽ തന്നെ ഇവർ ചെയ്യുന്ന ഒരു കാര്യത്തിലും ഇവർക്ക് നല്ല ഫോക്കസ് കൊടുക്കാനും കഴിയില്ല, ടൈമിൽ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കാനും കഴിയില്ല. എപ്പോഴും ഒരു മൂഡ് സ്വിങ് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. എന്നാൽ നമ്മൾ അതിരാവിലെ എണീക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രി വേഗം നമുക്ക് ഉറക്കം വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്ലീപ്പ് പ്രോബ്ലംസ് പരിഹരിക്കപ്പെടും. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഒരു ഡേ എന്ന് പറയുന്നത് അപ്പോൾ വളരെ ലെങ്തി ആയിട്ടുണ്ടാവുമല്ലോ. അത് കാരണത്താൽ മാത്രമല്ല, നമ്മൾ അത്രയും സമയം ആക്റ്റീവായിരിക്കുകയും ചെയ്തത് കാരണത്താൽ ശരീരത്തിന് ഉറക്കം വേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ രാത്രി ഒരു 9 മണിയാകുമ്പോഴേക്കും ഉറക്കം വരും. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ എപ്പോഴാണ് ബെഡിൽ കിടക്കുന്നത് അപ്പോൾ വേഗം ഉറങ്ങുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ രാവിലെ നേരത്തെ ഉണർന്നിട്ടുണ്ടാവണം. നെക്സ്റ്റ് നമ്പർ 5, ഓഫേഴ്സ് ടൈം ഫോർ ഇൻട്രോസ്പെക്ഷൻ. രാവിലെ നേരത്തെ നമ്മൾ എണീക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നമുക്ക് നമ്മളെ തന്നെ കുറിച്ച് ഒന്ന് ഇൻട്രോസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം കിട്ടും. ഈ സമയത്ത് വാഹനങ്ങളുടെ ശബ്ദങ്ങൾ കുറവാണ്, ബാക്കി ഡിസ്റ്റർബൻസുകളൊക്കെ കുറവാണ്. ആ സമയത്ത് എണീച്ചുടനെ ഫോൺ, ലാപ്ടോപ്പ് ഇതൊന്നും ഉപയോഗിക്കാതെ പ്രകൃതിയുടെ ആ ഒരു സൈലൻസ് ഉണ്ടല്ലോ, അത് മാത്രം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുക. ശരിക്കും എനിക്ക് എന്താണ് വേണ്ടത്, എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഫ്യൂച്ചറിൽ എനിക്ക് എന്താണ് ആയി മാറേണ്ടത്, ഈ നിമിഷം ഞാൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇങ്ങനെ അവനവനെക്കുറിച്ച് ചിന്തിക്കുവാനും നിശബ്ദമായിരുന്നിട്ട് പ്ലാനുകൾ ചെയ്യുവാനും ഒക്കെയുള്ള സമയമാണ് ഈ അതിരാവിലെയുള്ള സമയം. നെക്സ്റ്റ് നമ്പർ 6, ഹെൽപ്സ് ഗിവ് ഇമ്പോർട്ടൻസ് ടു ബ്രേക്ക്ഫാസ്റ്റ്. രാവിലെ വൈകി എണീക്കുന്ന പലർക്കും ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും. എന്തുകൊണ്ടാണെന്ന് അറിയുമോ? ഉണർന്നു കഴിഞ്ഞ് ഒരു 2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴാണ് നമുക്ക് വിശക്കുക, ശരിക്കും നമുക്ക് ഭക്ഷണം വേണമെന്ന് തോന്നുക. പക്ഷെ നമ്മൾ ഉണരുന്നതേ വൈകിട്ടാണെങ്കിലോ ഒരു അരമണിക്കൂർ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ ഉണരുന്നതും ജോലിക്ക് പോകുന്നതും തമ്മിൽ. അപ്പോൾ നമുക്ക് വിശപ്പുണ്ടാവില്ല, അതുകൊണ്ട് ഭക്ഷണം കഴിക്കാനും പറ്റില്ല. അത് കാരണത്താൽ പലപ്പോഴും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുകയോ എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ എടുത്ത് കുറച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയെന്ന് പറയുകയും ചെയ്യും. ഇതെല്ലാം നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും. ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ നല്ലപോലെ റിച്ച് ആയിട്ട് കഴിക്കേണ്ടതാണ്. ഹെൽത്തി ഫുഡ് കഴിക്കേണ്ട ഒരു ടൈമാണ് ബ്രേക്ക്ഫാസ്റ്റ്. എന്നാൽ വൈകി എണീക്കുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് പലപ്പോഴും സ്കിപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഒരു പ്രശ്നം നമ്മൾ നേരത്തെ എണീച്ചു കഴിഞ്ഞാൽ പരിഹരിക്കപ്പെടും. ഈ ടൈപ്പ് ആളുകൾക്ക് രാവിലെ ഒരു 11-12 മണിയൊക്കെ ആകുമ്പോഴേക്കും
ഉറങ്ങുമ്പോഴേക്കും വലിയൊരു ക്ഷീണം ബാധിക്കുന്നത് പൊതുവെ കാണാൻ പറ്റും. ഇനി നമുക്ക് രാവിലെ നേരത്തെ എണീക്കുവാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്പർ 1, ബിലീവ് ദാറ്റ് യു വിൽ വേക്ക് അപ്പ് ഹാപ്പി. അതായത് നാളെ രാവിലെ ഞാൻ അതിരാവിലെ എണീച്ചിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇങ്ങനെ സന്തോഷത്തോടു കൂടെ ബിലീവ് ചെയ്യുക. എന്നിട്ട് വേണം കിടന്നുറങ്ങാൻ. രാവിലെ ഞാൻ എണീക്കുമോ ആവോ ഇങ്ങനെ സംശയിക്കാതിരിക്കുക. മാത്രമല്ല എണീക്കാനുള്ള ഒരു മടി മനസ്സിൽ കൊണ്ടുവരാതിരിക്കുക. ഉത്സാഹത്തോടെ രാവിലെ എണീക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് കിടക്കുക. നെക്സ്റ്റ് നമ്പർ 2, മൂവ് യുവർ അലാം ഫാർ അവേ ഫ്രം ബെഡ്. അതായത് നിങ്ങളുടെ അലാം വെക്കുന്നത് നിങ്ങളുടെ ബെഡിൽ നിന്നും കുറച്ച് ദൂരെ ആയിരിക്കണം. നല്ല ശബ്ദമുള്ള അലാം ആയിരിക്കണം നിങ്ങളുടേത്. എന്നാൽ നിങ്ങളുടെ അടുത്ത് തന്നെ വെക്കരുത്. കാരണം നിങ്ങൾ അറിയാതെ തന്നെ അത് ഓഫ് ചെയ്തിട്ട് കിടന്നുറങ്ങും. അതുകൊണ്ട് അലാം കുറച്ച് ദൂരെ വെക്കുക. നമ്മൾ എണീച്ച് പോയി ഓഫ് ചെയ്യുന്ന രീതിയിൽ വേണം അലാം സെറ്റ് ചെയ്ത് വെക്കാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അലാം ഓഫ് ചെയ്യാൻ വേണ്ടി എണീച്ച് നടക്കുമ്പോഴേക്കും നിങ്ങൾ ശരിക്കും ഉണരുകയും കോൺഷ്യസ് ആവുകയും ചെയ്യും. നിങ്ങൾ എത്ര സമയം ഉറങ്ങിയിട്ടും കാര്യമൊന്നുമില്ല. രാത്രി 10 മണി മുതൽ 2 മണി വരെയുള്ള സമയം നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. കാരണം ഇതാണ് ശരിക്കും നമുക്ക് ഉറങ്ങാനുള്ള സമയം. നിങ്ങൾ ബാക്കി ഏതെങ്കിലും ഒരു സമയത്ത് ഒരുപാട് സമയം ഉറങ്ങിയിട്ട് കാര്യമില്ല. പക്ഷെ നിങ്ങൾ ഉറങ്ങുന്നത് 10 മണിയുടെയും 2 മണിയുടെയും ഉള്ളിലായിരിക്കണം. ഈ സമയത്ത് ഉറങ്ങുന്നവർക്ക് മാത്രമേ ഉറക്കം ഗുണം ചെയ്യുന്നുള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. 2 മണിക്ക് ശേഷം നമ്മുടെ ഉറക്കത്തിന്റെ ക്വാളിറ്റി വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് 2 മണി വരെയാണ് നമ്മൾ ഉറങ്ങേണ്ടത് എന്ന്. 11 മണിക്ക് ശേഷം ഉറങ്ങുന്നവർ വളരെയധികം ടയേർഡായിട്ട് ഉണരുന്നവരായിട്ടും 10 മണിക്ക് മുമ്പ് ഉറങ്ങുന്നവർ വളരെയധികം എനർജറ്റിക് ആയിട്ടും ഉണരും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. സോ നമ്മുടെ ലൈഫ് നമുക്ക് മുഴുവനായിട്ടും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ജീവിക്കണമെന്ന ആഗ്രഹമുണ്ട്. എന്നാൽ ഈ ആഗ്രഹങ്ങളെല്ലാം നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യവും മാനസികാവസ്ഥയും എല്ലാം ശരിയായിരിക്കണമെങ്കിൽ അതിന് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇന്ന് മനസ്സിലാക്കിയത്. അതായത് അതിരാവിലെ ഉണരുക എന്ന ശീലം. ഈ ശീലം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ ജീവിതത്തിലെ കുറേ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റും. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. നിങ്ങൾ എത്ര മണിക്കാണ് ഉണരുന്നത്? ഇതേക്കുറിച്ച് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ബൈ.